ശ്രീ സുഭാഷ് ബാബു, ഒരു അന്വേഷണ സംഘം 3 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നത് മാൻഡേറ്ററി അല്ല. പക്ഷേ ശബരിമലയിലെ കവർച്ച ഒരു സാധാ കേസല്ല. അയ്യൻ്റെ സ്വത്ത് അടിച്ചു മാറ്റുന്നു, സംഘടിത കൊള്ളയാണ് നടന്നത്, രാജ്യാന്തര കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ടോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിക്കുന്നു. ഭരണകക്ഷിപ്പെട്ടവ പ്രതിസ്ഥാനത്ത് എത്തുന്നു, തന്ത്രി അറസ്റ്റിലാകുന്നു, തൊണ്ടി മുതലുകൾ കണ്ടെത്തിയിട്ടില്ല. ആകെ മൊത്തം സങ്കീർണമായ കുഴഞ്ഞുകിടക്കുന്ന ഒരു കേസ്. അറസ്റ്റിലായവ ജാമ്യത്തിന് ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിക്കുന്നു. തൊട്ട പിറകെ മുരാരി ബാബു 2 കേസുകളിലും ജാമ്യം കിട്ടി ജയിൽ മോചിതനാകുന്നു. ഇനി ഒന്നിന് പിറകെ ഒന്നായി അകത്തുള്ളവരെല്ലാം പുറത്തിറങ്ങും. ആ ഒരു ആശങ്കയാണ് കോടതി ഇന്ന് പ്രകടിപ്പിച്ചത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയെങ്കിലും പ്രതികളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുന്ന പ്രാഥമിക കുറ്റപത്രം SIT സമർപ്പിക്കേണ്ടതായിരുന്നില്ലേ? പ്രാഥമിക കുറ്റപത്രം. തീർച്ചയായിട്ടും. കാരണം അത് SITയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ് എന്ന് നമ്മൾ പരിപൂർണമായി സമ്മതിക്കേണ്ടി തന്നെ വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ട 2 കേസുകളല്ല ശരിക്കും വരുന്നത്. ആദ്യം കൊണ്ടത് വാതിൽപ്പാളികൾ ഇതേമാതിരി സ്വർണം കൊണ്ടുപോയി സ്വർണം അടിച്ചു മാറ്റിയതിന് ശേഷം പ്ലേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കട്ടളപ്പാളികൾ കൊണ്ടുപോയി. അതും കഴിഞ്ഞതിന് ശേഷം ദ്വാരപാലകരെ കൊണ്ടുപോയതിൻ്റെ ബേസിലാണ് സ്പെഷ്യൽ കമ്മീഷണർ പറയുകയും അതിനെ തുടർന്നിട്ടാണ് നമ്മളിപ്പോൾ ഒരു കേസ് എടുത്ത് ആദ്യത്തേതായിട്ടൊരു അന്വേഷണം വരുന്നത്. അത് പക്ഷേ 2025 അദ്ദേഹം പറഞ്ഞതെങ്കിൽ തന്നെ ദ്വാരപാലകർ എന്ന് പറയുമ്പോൾ അതിനെ തുടർന്നിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിന് 3700, പിന്നെ കട്ടളപ്പാളിയുടെ 3701. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്താ അറിയോ, ഇപ്പം ജാമ്യം കിട്ടിയ മുരാരി ബാബു ഉൾപ്പെടെ പെട്ടിരിക്കുന്ന വാതിൽപ്പാളികൾക്ക് എന്തുകൊണ്ട് കേസെടുത്തില്ല? അത് ഒരു വീഴ്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോന്നിനും ഓരോ സമയത്ത് നടന്ന കാര്യമാണ്, ഓരോ ആളുകളായിട്ട് നടന്ന സംഭവമാണ്. അതുകൊണ്ട് അത് ഒറ്റക്കൊറ്റയ്ക്ക് നടന്ന സംഭവമായിട്ട് ഈ ഓരോ സംഭവത്തിനും ഓരോരോ കേസ് വേണം. അതുപോലെ തന്നെ 2025 ഇത് ദ്വാരപാലകരെ 2ാമത് കൊണ്ടുപോയിട്ട് ഇതേമാതിരി ചെയ്തതിനും അതിനും ഒരു കേസ് എടുക്കേണ്ടതാണ്. അതിനെ സംഭവം അതും എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാത്തിൻ്റെയും കൂടെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ കൊടിമരം മാറ്റി അവിടെ എന്തോ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ട് അതും പോയി അന്വേഷിക്കുന്നു. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത 2 കേസ് മര്യാദയ്ക്ക് അന്വേഷിച്ച് അതിനകത്ത് തെളിവ് ശേഖരിച്ച് അതൊരു അന്തിമ റിപ്പോർട്ടിലേക്ക് എത്താനുള്ള ശുഷ്കാന്തി എന്തുകൊണ്ട് ഇവർ കാണിച്ചല്ല എന്ന് പറയുമ്പം എന്തിനാണ് ഇവർ കാടടച്ച് വെടിവെക്കുന്നേ? അവരോട് പറഞ്ഞത് കാട്ടിലെ 2 മരം വെട്ടാൻ പറഞ്ഞാൽ കാട് മുഴുവൻ വെളുപ്പിക്കാൻ അവരോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റേതും കൂടെ അന്വേഷിക്കേണ്ടതാണ് എന്ന് കോടതി പറയുമ്പം ഈ കാടടച്ച് എന്തിനാ വെടിവെക്കാൻ പോണേ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരെ ഏത് കേസ് രജിസ്റ്റർ ചെയ്തു, ഒരു കേസ് രജിസ്റ്റർ ചെയ്താലാണ് തെളിവ് ശേഖരണം എന്ന് പറയുന്നത്. ആ തെളിവ് ശേഖരണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്താണ് ഓരോ കേസിലും വേണ്ടതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇതേമാതിരി ഇപ്പം മോഷണ കേസായാലും ഇവിടെ പിന്നെ എന്താ പറഞ്ഞാൽ വിശ്വാസവഞ്ചനയാണ്. അതായത് അങ്ങനെ നടത്തിയിരിക്കുന്ന ആ വസ്തു ഏതാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനെ പ്രധാനപ്പെട്ട ഘടകം. അതിനവരെ കണ്ട് ശ്രമിച്ച് അവർ പരാജയപ്പെട്ടു, ശരിയാണ്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, ഇത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചന നടത്തുന്നതിന് ഉപോത്ബലകമായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കള്ളരേഖകളുണ്ടാക്കി. അതായത് സ്വർണം പൊതിഞ്ഞ പിന്നെ കട്ടളപ്പാളികൾക്ക് കേസില്ലല്ലോ. അതുകൊണ്ട് ദ്വാരപാലകരെയും അതുപോലെ തന്നെ കട്ടളപ്പാളികളും അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചെമ്പുപാളികളെന്നോ അല്ലെങ്കിൽ പിച്ചളപ്പാളി എഴുതിയത് വെട്ടി തിരുത്തി ചെമ്പുപാളി എന്നാക്കിയതോ ഒക്കെ ശരിയാണ്. അതാക്കി കഴിയുമ്പോൾ എന്താണ് വേണ്ടത്? ഇത് കൈയക്ഷരത്തിൽ ശ്രീ പത്മകുമാർ എഴുതി മാറ്റിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഇതിന് നോട്ട് എഴുതി അവരാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരുടെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് പരിശോധിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പം ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നതാണ് 3 ദിവസത്തിന് മുമ്പാണ് ഇവരുടെ സ്പെസിമെൻ സിഗ്നേച്ചർ എടുത്തിരിക്കുന്നത്. കമ്പാരിസൺ അറിയുമോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 3 മാസമായിട്ട് ഇവർ ചെയ്യേണ്ട പ്രവൃത്തി 3 ദിവസം മുമ്പ് എടുത്തു എന്ന് പറയുമ്പോൾ എന്താണ്? പിന്നെ എന്ത് അന്വേഷണ? എനിക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇത് ബോധപൂർവം താമസിക്കുകയാണ്. കാരണം ഒരു 120B 468 അല്ലെ 467, 68 പ്രകാരം 3 വകുപ്പുകൾക്ക് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് അതിന് തെളിവ് ശരിയായ രീതിയിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെസിമെൻ ഹാൻഡ് റൈറ്റിംഗ് എടുക്കാതിരുന്നതെന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇതേമാതിരി സാധാരണ ജനങ്ങൾക്ക് സംശയം വരുമെന്ന് പറഞ്ഞ്. സംശയമല്ല, അതൊരു വാസ്തവമാണ്.
അതോടെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ പറഞ്ഞ പ്രകാരം ഇതിൽ മറ്റേത് നമ്മുടെ ദേവസ്വം ബെഞ്ചിന് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു അവർ കൊടുക്കുന്ന സ്പെഷ്യൽ റിപ്പോർട്ട് മാത്രമേ നോക്കുകയുള്ളൂ. കാരണം ആ കോടതി നിയോഗിച്ച ടീം ആയതുകൊണ്ട് അവരന്വേഷിക്കുന്ന കാര്യങ്ങൾ എന്താ എന്ന് അവർ കേസ് ഡയറി പരിശോധിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ കേസ് ഡയറി പരിശോധിച്ചു എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രതികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ട്രയൽ സമയത്തുണ്ടാവും. അതുകൊണ്ട് അവർ പരിശോധിക്കാനുള്ള സാഹചര്യം എന്തായാലും ഉണ്ടാവില്ല. അവരാകെ ഈ കൊടുക്കുന്ന റിപ്പോർട്ടും ഈ ഉദ്യോഗസ്ഥന്മാരോട് നേരിട്ട് ചോദിക്കുമ്പോഴും ആ കാര്യങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് അവർ വിശ്വാസമുണ്ട് മല്ലേ ഇല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ജാമ്യം പരിഹരിക്കുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ആരാണോ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത് ആ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്ന പ്രതിയുടെ എന്തൊക്കെ ഭാഗങ്ങളാണ് അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തത്, ആ ചെയ്തതിന് ഇതുവരെ നടന്ന തെളിവ് ശേഖരണം എന്താണ്, ഏതൊക്കെ തെളിവുകൾ കിട്ടി, ഇനി എന്താണ് കിട്ടാനുള്ളത്, ആ കിട്ടിയതിൽ നിന്ന് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ട് അദ്ദേഹത്തിന് ഈ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള മതിയായ തെളിവുകൾ ലഭ്യമായിരിക്കുന്നോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അത് നോക്കുന്നത് കേസ് ഡയറിയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗം ഏതെല്ലാമെന്ന് ആ കേസ് ഡയറിയിൽ എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് വായിച്ച് പരിശോധിച്ച് ആ ജഡ്ജിക്ക് ബോധ്യം വന്നതിന് ശേഷമാണ് അതിനെ ഒരു ബെയിൽ റെഫ്യൂസ് ചെയ്യുകയോ ബെയിൽ കൊടുക്കുകയോ ചെയ്ത് ഓർഡർ എഴുതുന്നത്. അപ്പോൾ ഈ കേസ് ഡയറിയിൽ എന്തുമാത്രം തെളിവുണ്ടെന്നും എത്രമാത്രം തെളിവ് ശേഖരിച്ചെന്നും ഇതിനകത്ത് എന്തൊക്കെ അലംഭാവം ഇവർ കാണിച്ചെന്നും എന്തൊക്കെ പ്രതികളെ സഹായിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നും ശരിക്കും മനസ്സിലാകുന്നത് ഈ ബെയില് ആർഗ്യുമെൻറ്റ് ഏത് കോടതിയിലാണ് ആർഗ്യുമെൻറ്റ് ആ കോടതി ഈ കേസ് ഡയറി പരിശോധിക്കുന്ന അവസരത്തിൽ മാത്രമേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്തത് മാത്രമല്ല അവിടെ യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്നുള്ള നെല്ലും പതിരും തിരിക്കുന്ന രീതിയിലുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് അതിന് ഉത്തരവെഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അനുഭവത്തിലും ഞാൻ പറയുന്നത് ജസ്റ്റിസ് ശ്രീ ബദറുദ്ദീൻ എഴുതിയ വിധിന്യായത്തിൽ വരുന്ന പരാമർശങ്ങളും അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങളും അർത്ഥവത്താണെന്നും അത് സത്യസന്ധമായി അദ്ദേഹം ഈ കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം എഴുതപ്പെട്ടതുമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണെന്ന് പറഞ്ഞാൽ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹാൻഡ് റൈറ്റിംഗ് എടുത്ത് ആരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനെ കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു റിസൾട്ട് കൂടെ വാങ്ങി ബാക്കി ആളുകളൊക്കെ ഇവരെഴുതിയെന്ന് പറയുന്നുണ്ട്. അതിന് ശരിക്ക് അത് സെക്കൻഡറി എവിഡൻസ് എന്നാണ് നമ്മുടെ തെളിവ് നിയമം പറയുന്നത്. പക്ഷേ അവിടെ പ്രൈമറി എവിഡൻസ് ആരാണ്? മുരാരി ബാബുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇതെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പറഞ്ഞാൽ മതി. അതാണ് പ്രധാന തെളിവ്. അതേപോലെ തന്നെ ഇത് പത്മകുമാർ എഴുതിയതാണ് ഈ പ്രധാനപ്പെട്ടത്. ഈ ഹാൻഡ് റൈറ്റിംഗ് പത്മകുമാർ സാറിൻ്റെ ആണ്, ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എഴുതുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. പിന്നെ അതിനെന്തിനാ ഇവർക്ക് ടെസ്റ്റ് അവിടുന്ന് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിൻ്റെ കിട്ടിയില്ല മറ്റേന്നൊക്കെ പറഞ്ഞ് ശുദ്ധ പോഷകത്തരമല്ലേ? നിയമം അറിയുന്നവരൊക്കെ ഇത് പുച്ഛിച്ച് തള്ളുകയല്ലേ ചെയ്യൂ? ഇതൊക്കെ ബാക്കിയുള്ള നാട്ടുകാരെ മുഴുവനും ബാക്കി ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പൊട്ടന്മാരാക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് ഇത് ബോധപൂർവ്വം സൃഷ്ടിച്ചു കൊടുത്തതാണെന്ന്. തീർച്ചയായിട്ടും. കാരണം അവരെ ഏൽപ്പിച്ച പണിയല്ലേ ചെയ്യേണ്ടത്. ഏൽപ്പിച്ച 3700 3701 2 കേസുകളുണ്ടല്ലോ. അതിലിവരെന്തുമാത്രം അന്വേഷിച്ചു? അതിനിടയ്ക്ക് ഏതൊക്കെ കാട് മുഴുവൻ അടച്ചു ഒരുപാട് അന്വേഷിക്കാൻ പോയി. ദ്വാരപാലകരെ പിന്നെ കൊണ്ടുപോയതിനെ ചോദ്യം ചെയ്യാൻ വന്നു. അതുപോലെ തന്നെ കട്ടളപ്പാളിയുടെ വാതിൽപ്പാളികൾ കൊണ്ടുപോയതിനെപ്പറ്റി അന്വേഷണമില്ല, അതിന് ചോദ്യം ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അഷ്ടദിക്പാലകരെ മറ്റേത് മറിച്ചതെന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിക്കട്ടെ. പക്ഷേ എന്താണെന്ന് പറയുക, അവനവനെ ഏൽപ്പിച്ച കാര്യം സമയബന്ധിതമായിട്ട് തെളിവ് ശേഖരിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ മാറി. എന്തായാലും ശരി, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് അവരുടെ കൃത്യവിലോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീഴ്ചയുടെ പരിണിത ഫലമായിട്ടാണ് ഈ പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടുന്നത്. ഇനിയും കെട്ടരുതെന്നവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോൾ ജാമ്യം കിട്ടാൻ പോകുന്ന ഇവരെല്ലാം പെട്ടിട്ടാണല്ലോ ആദ്യത്തെ സാധനം കൊണ്ടുപോയത്. ഏത് വാതിൽപ്പാളികൾ? ഒരു എഫ്ഐആർ എടുത്തുകൂടെ? ഇത്രയും തെളിവുകൾ പോരെ? അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്താൽ പോരെ? ഇവരിറങ്ങി പുറത്തു പോവോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് അത് എടുക്കാതിരുന്നത്? ഇതിൽ വേണേൽ പോയിക്കോട്ടെ.
അത് അങ്ങനെ വളരെ കരുതിക്കൂട്ടി ഇത് ചെയ്താണെന്നുള്ളത് എന്നെപ്പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും സംശയിക്കുന്നു. ഒരിക്കലും ഇവരങ്ങനെ ചെയ്യരുത്. ഇപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 467, 468 അതുപോലെ തന്നെ 120B എന്ന് പറയുന്ന ഈ കേസിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്രാഥമിക കുറ്റപത്രം കൊടുക്കാനുള്ള മതിയായ തെളിവുകൾ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് പരിശോധനയൊന്നും ഫലം വേണ്ട, എത്ര സ്വർണം പോയി എന്ന് മുഴുവൻ അറിയണ്ട, എന്നാലും കുറേ സ്വർണം പോയിട്ടുണ്ടല്ലോ, അത് മാത്രം മതി. ബാക്കിയുള്ളത് തുടരന്വേഷണത്തിന് നിയമം അനുവദിക്കുന്നത് കൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രിലിമിനറി ചാർജ് ഷീറ്റ് കൊടുക്കാം. ഇനി ചാർജ് ഷീറ്റ് കൊടുത്താൽ അത് തട്ടിയൊന്നും പോവില്ല. കാരണം ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹിയറിംഗ് ഒക്കെ വരാൻ ഇനി 6 മാസമോ 10 1 കൊല്ലമോ കഴിഞ്ഞിട്ടാണ് വരുന്നത്. 1 കൊല്ലം വരുന്നതിന് മുമ്പ് ബാക്കി തെളിവുകൾ കൊണ്ട് കൊടുത്താൽ ഈ പ്രാഥമിക കുറ്റപത്രത്തിന് വീഴ്ച ഉണ്ടെങ്കിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈ തൊടിന്യായം, മുട്ടുന്യായം ഒക്കെ പറയുന്നു എന്നല്ലാണ്ട് അതിൽ കാര്യമാത്ര പ്രസക്തമായ ഏതെങ്കിലും ഒരു ഡിഫൻസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് SIT കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.